ഹായ് ഗായ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു കിടിലൻ വീഡിയോ ആയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇളനീർ പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 2 ഇളനീർ എടുത്തിട്ടുണ്ട്. അത് കൊത്തിയിട്ട് 1 കപ്പോളം ഇളനീരിൻ്റെ വെള്ളം കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊരു സോസ് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ടത് സ്റ്റൗവിലേക്ക് മാറ്റാം. അത് തിളക്കാൻ വേണ്ടി വെക്കാം. അതുപോലെ വേറൊരു പാത്രത്തിൽ ഞാനിവിടെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. 10 ഗ്രാം ചൈന ഗ്രാസാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുഴുവൻ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. അങ്ങനെ കുറച്ചായിട്ട് വയ്ക്കുന്നുണ്ടാണ് കേട്ടോ. പിന്നെ വെള്ളം 2 കപ്പ് തോന്നിക്കുന്നത്. അപ്പോൾ 2 ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇതൊന്നും പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൈന ഗ്രാസും കൂടി നല്ലപോലെ മെൽറ്റായിട്ട് വരണം. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇളനീർ വെള്ളത്തിലേക്ക് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇളനീരിൻ്റെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഗ്ലാസ് ട്രേയിലേക്ക് മാറ്റാം. അതുപോലെ ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നട്ട്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിത് 2 പാത്രത്തിലായിട്ടാണ് സെറ്റാക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഫ്രിഡ്ജിലൊരു 1-2 മണിക്കൂറോളം വെച്ചാൽ മതി. അല്ലെ ഫ്രീസറിലാണെങ്കിൽ അതിൽ നേരത്തെ ആയി ഇത് സെറ്റായി കിട്ടും. ഇപ്പം ഞാനിവിടെ ഇളനീരിൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനി അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ എടുത്ത ഇളനീർ കുറച്ച് മൂത്ത പോലെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പേസ്റ്റ്. ഇനി ഞാൻ അതിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 500 ml ഒരു പാക്കറ്റ് പാല്. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2ൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതില്ലാത്തത്. ഇനി അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്ര വേണം വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ പുഡിംഗ് ആയതുകൊണ്ട് കുറച്ച് മധുരം അധികം ഉണ്ടായിരിക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതും ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നല്ലപോലെ തണുത്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇളനീർ ഇവിടെ ക്രിസ്റ്റലായിട്ട് വന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു സ്പാച്ചില കൊണ്ടോ അല്ലെ സ്പൂണോ കൊണ്ടോ നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു ബൗളിൽ തന്നെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇളനീർ ക്രിസ്റ്റൽസ് ഇട്ട് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കിയ ഇളനീരിൻ്റെ പൾപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കിടിലൻ പുഡിംഗ് ഇളനീർ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഇനിയിപ്പോൾ ഇതൊക്കെയല്ലേ വരാമെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. അപ്പോൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാം. എന്നാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് കാണാം.